ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഓളോ എന്താണ് ഗൈസ്? അപ്പം നമ്മൾ ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് കേട്ടോ ഗൈസ് വന്നിരിക്കുന്നത്. എല്ലാവരും വീഡിയോ കാണുക, നമ്മുടെ ഈ ഓണാഘോഷ പരിപാടി കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഗൈസ് എന്താണ്ടില്ലേ, ഓണാഘോഷം നമ്മുടെ അവിട്ടം ദിനത്തിൽ വാത്സന ക്ലബ്ബ് നടത്തിയ ഓണാഘോഷ പരിപാടിയാണ് ഇവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ഗൈസ്. അപ്പോൾ ഈ മനോഹരമായിട്ട് പ്രോഗ്രാം ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ ചെറിയ കുട്ടികളുടെ ഈ മത്സരങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പം എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഒരു വർഷത്തിൻ്റെ കാത്തിരിപ്പിനൊടുവിൽ എന്താ പറയുക, ഒരു ഏരിയ മൊത്തം കാത്തിരുന്ന് സഹകരിച്ച് സപ്പോർട്ട് ചെയ്ത് എല്ലാവരുടെയും ഒരു കൂട്ടായ്മയായിട്ട് നടത്തുന്ന ഒരു പരിപാടിയാണ് കേട്ടോ. വർഷം തോറും നമ്മുടെ കല്യാണക്കാട് സ്കൂളിൽ വെച്ച് നടത്തുന്ന ഒരു പരിപാടിയാണ് ഈ ഓണാഘോഷ പരിപാടി നമ്മുടെ നാട്ടിലത്തെ. അപ്പം അതിന് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിച്ചു കൊടുക്കുന്നു ഫസ്റ്റ് തന്നെ. പിന്നെ ഈ പ്രോഗ്രാമൊക്കെ നമ്മൾ കാണാം കേട്ടോ. ഫുൾ ഇരുന്ന് കണ്ടിച്ച് നമ്മൾ ഫുൾ സംഭവങ്ങൾ നമ്മളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇരുന്ന് കാണാം. നമ്മുടെ ഈ ഓണം താളവും നമ്മുടെ ഈ കൊച്ചു യൂട്യൂബ് ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പറയാൻ പിന്നെ പ്രോഗ്രാം ഒരു രക്ഷയില്ല കേട്ടോ. ചെറിയ കുട്ടികളാണ് അവിടെ നിന്ന് മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് കളിയും ചിരിയും ഒരു ഒത്തൊരുമയുടെ ഒക്കെ ഒരു ദിവസമായിരുന്നു കേട്ടോ. പിന്നെ എന്താ പറയുക, മീനൊക്കെ അത് മനോഹരമായിട്ട് കളിക്കുന്നുണ്ട് കേട്ടോ. അവിടെ ഓടിപ്പോയിട്ട് എല്ലാ ഗ്ലാസ് ഒറ്റയ്ക്ക് എടുത്തിട്ടുണ്ട്. എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ. എല്ലാവരും ഭയങ്കര ചിരിയായിരുന്നു. കൗതുകമാണ് ആ പങ്കെടുക്കുക എന്ന് പറയുന്നത്. എന്താ പറയുക, വേറൊരു ലെവൽ ഫീലാണ്. പിന്നെ ചെക്കന്മാര് പറഞ്ഞിട്ടുണ്ട്, അവർ പിന്നെ പൊളിച്ചടുക്കുകയാണ്. അവർക്ക് വെയിലൊന്നും ഒരു പ്രശ്നമല്ല, അങ്ങനെ അമർത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ എല്ലാവരും നമ്മുടെ വീഡിയോസ് ഒക്കെ കണ്ടോളൂ. അടുത്തത് അതിമനോഹരമായിട്ട് ഗേൾസിൻ്റെ ആരങ്ങ സ്പൂൺ മത്സരമാണ് കേട്ടോ ഗൈസ്. ഒരു വെറൈറ്റി സംഭവം തന്നെയാണ്. കണ്ടില്ലേ, അടിപൊളിയാണ് കേട്ടോ. അതിങ്ങനെ വീഴ്ത്താതെ കയ്യിലും രണ്ടെണ്ണം നിൽക്കണം, ചുവന്ന് നിൽക്കാൻ വീഴ്ത്താതെ ഇങ്ങനെ നിൽക്കണം. എല്ലാവർക്കും അറിയുണ്ടാവും, കളിയെ പറ്റിയിട്ടൊക്കെ എല്ലാവർക്കും അറിയുണ്ടാവില്ലേ. അപ്പം നമ്മൾ ഫസ്റ്റ് ഇതൊക്കെ കിട്ടും. അപ്പോൾ അതിൽ നമ്മുടെ മെമ്പർ അതിമനോഹരമായി ജയിച്ചുകൊണ്ടിരിക്കുന്നത് ഗൈസ്. അങ്ങനെ അടുത്ത ടീംസ് വരികയാണത്. അതിൽ അമ്മ ഉണ്ട് കേട്ടോ. അമ്മ പിന്നെ ഓടിച്ചാടി എല്ലാത്തിനും പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലമ്മ അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് നല്ലൊരു സപ്പോർട്ട് ഒന്ന് കൊടുക്കേണ്ടി വന്നിട്ടുണ്ടല്ലേ. നല്ല രസമായിരുന്നു എന്തായാലും. എന്താ അടുത്ത റൗണ്ട് വലിയ പങ്കെടുക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും ഫൈനൽ റൗണ്ടിൽ ഇവർ 4 പേരാണ് മത്സരിച്ചത്. ഈ മെമ്പർ പിന്നെ എല്ലാവരെയും മറികടന്നുകൊണ്ട് എനിക്ക് ഫസ്റ്റ് വേണം എന്ന മട്ടിൽ വന്നുകൊണ്ടിരിക്കുന്നു. അടിപൊളിയായിരുന്നു. വന്നു മക്കളെ, അടുത്ത ഐറ്റം. അങ്ങനെ നമ്മുടെ ഓണവും താളത്തിൻ്റെ എല്ലാമായ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഗൈസ്. വെയിലുള്ള വേണ്ടി എന്താ പറയുക, അങ്ങനെ മത്സരൻ്റെ പകർത്ത് ആടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്.
വിളംബരമാണ് സംസാരിക്കുന്നത്. പിന്നെ ഇതൊരു വെറൈറ്റി മത്സരം കണ്ടില്ല ബലൂൺ പിടിക്കാൻ പാടില്ല. ബലൂൺ പിടിക്കുമ്പോൾ തട്ടില് മാത്രമേ ഉള്ളൂ. നമ്മുടെ ഓണാഘോഷത്തിന്റെ മെയിൻ ഒരു കലാകാരി പാടിക്കാരി നമ്മളിലേക്ക് ചാടി മുന്നേറുകയാണ്. ഇതെന്താ പറയാ, ശരിക്കും ഒരു അടിപൊളി മത്സരമാണ് കേട്ടോ. മൂന്ന് പേര് പങ്കെടുത്തിട്ട് അവരുടെ ഇടയിൽ വീഴാതെ നാല് പേര് ഒരുമിച്ച് വരേണ്ട ഒരു ഗെയിമാണ്. ഒരു വെറൈറ്റി ഗ്ലൂക്കോസൊക്കെ കൊടുക്കുന്നത്. ഗ്ലൂക്കോസും ചാച്ചൊന്നും ഒരു പരിപാടിക്കും കൂടിയില്ല. അവർ അവിടെ നിന്ന് ഓടി ഗ്രൗണ്ടിലേക്ക് ഓടിച്ചാടി കളിക്കുന്നു. അങ്ങനെ ബാസ്കറ്റിന്റെ ഗെയിമില്ല. ചെറിയ പിള്ളേരുടെ കൂടെ മത്സരിച്ചിട്ട് ഏട്ടന്മാർ പാതി വഴിയിൽ അത് ഉപേക്ഷിച്ച് പോയി. നല്ല രസമായിരുന്നു. നമ്മുടെ എവിടെ നടന്നിട്ട് എല്ലാവരും ഇത് പിന്നൊരു ഒന്നൊന്നര മത്സരമായി എന്താ നമ്മൾ എങ്ങനെ പറയണമെന്ന് അറിയുന്നത് ഇഷ്ടമില്ല. എന്താ ഇങ്ങനെ നഷ്ടം സംഭവം. ഇത് ശരിക്കും നമുക്ക് കൺഫ്യൂഷൻ ആകും. നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു കൺഫ്യൂഷൻ ആകും. മീൻസ് അങ്ങനെയാണ് ഈ മൂന്ന് ഇഷ്ടികകളും ഇങ്ങനെ മാറി മാറി ഇത് നമ്മുടെ കൈയും ഒക്കെ അങ്ങനെ എന്ന് പറഞ്ഞാൽ കൈയും കണ്ണും കാലൊക്കെ ഒരേ സെയിം ടൈമിൽ എത്തണം. അങ്ങനെ ഒരു ഗെയിമാണ്. പിന്നെ ഇനി വരാൻ പോകുന്നത് ചരിത്രം. അങ്ങനെ ഈ ഫസ്റ്റ്
ഞങ്ങളതേ ഓടി അങ്ങനെ ചിരി അടക്കാൻ പോയി കേട്ടോ. ഒരു സെക്കൻഡിൽ എൻ്റെ വീട്ടിൽ വലിച്ചോണ്ട് പോയിട്ടുണ്ട് ഗൈസ്. എനിക്ക് വലിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഞാൻ വളരെ കഷ്ടപ്പെട്ട് ഇങ്ങനെ വലിച്ചോണ്ടിരിക്കണം. ഒരു അടി പോലും അനങ്ങുന്നില്ല ഗൈസ് എനിക്ക് കെട്ടിയാൽ. അങ്ങനെ അമ്മ എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് കാര്യമില്ല. ഞാൻ പറ്റുന്നില്ല ദൈവകരമായി തന്നെ തോറ്റ മാറി ആദ്യം വരെ ഞാൻ ഉപേക്ഷിച്ചിരിക്കുകയാണ്. പറ്റുന്നില്ല, പറ്റുന്ന കളിക്കുന്നത്. പക്ഷേ കപ്പിൾസിനായിട്ടുള്ളൊരു ഗെയിം ആവുകൊണ്ട് ഒരു കോമഡിക്ക് വേണ്ടിയിട്ടായിരുന്നു ചിരിക്കാൻ വേണ്ടി ഞങ്ങൾ കയറിയതാണ് ഗെയിമിൽ. ഓക്കെ, റൗണ്ട് പിന്നെ വാശിയേറിയ മത്സരമായിരുന്നു ഗെയിം. ഞാനത് അതിൻ്റെ വ്യക്തമായി വെച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാമായിട്ടത് കാണാം, എന്തൊക്കെയാണെന്ന് അറിയാം ഗൈസ്. ഫുള്ളായിട്ട് എല്ലാവരും ഇരുന്ന് കാണാം കേട്ടോ. ഇവിടെ ഇതാ വലിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. എല്ലാവരും പോയി, എന്നാലും ഞാൻ വിടില്ല, മത്സരത്തിൽ ഞാൻ പിന്മാറില്ല എന്നുള്ള മക്കൾ അമ്പിളി വലിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. നടക്കുന്നില്ല, ഒന്ന് വരുമെന്നൊക്കെ. അങ്ങനെ രസമായിരുന്നു കണ്ടോണ്ടിരിക്കാനായിട്ട്. അപ്പോട്ടെ കട്ട സപ്പോർട്ടായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതിനും അവിടെ നിന്നിട്ട് വലിക്കമ്മേ വലിക്കുക, അച്ഛൻ വലിക്കുന്നൊക്കെ. അങ്ങനെ അവൾ അപ്ഡേറ്റ് ചെയ്തിരിക്കുകയാണ് സക്സസ്ഫുള്ളി. പിന്നെ അടുത്തത് കസരകളാണ്. അത് പിന്നെ പറയാം, വേറൊരു ലെവൽ പരിപാടി എനിക്ക് അപ്പോസും പങ്കെടുത്തിട്ടുണ്ട്. ഒരിക്കൽ പങ്കെടുത്തിരിക്കുകയാണ് അതായത് നമ്മൾ ഇഷ്ടം എന്ത് ഇവർക്കൊക്കെ ചെയ്തു പറഞ്ഞത് കാഴ്ചക്കാരൊക്കെ ഇങ്ങനെ നോക്കി ഓരോ ബസ് അടിക്കണം നോക്കി. അങ്ങനെ എനിക്ക് വയ്യാതെ എന്റെ കയ്യിൽ കൊണ്ടു പോകണം. എന്നാലും പിടിവിടാതെ ഞാൻ കുറച്ചു നേരം പിടിച്ചു വന്നു കഴിച്ചു. ഫസ്റ്റ് ആണോ ലാസ്റ്റ് ആണോ പങ്കെടുത്തിട്ടുണ്ട്. അവര് മൂന്നാളും വാശിയേറിയ മത്സരത്തിലാണല്ലോ, അല്ല രണ്ടുപേരും വാശിയേറിയ മത്സരത്തിലാണ്. മാക്സിമം നോക്കുന്നുണ്ട്. അവര് കുടിച്ചു നിൽക്കുകയാണ് മാക്സിമം. ഇതൊക്കെയാണ് വാശിയേറിയ മത്സരങ്ങളൊന്നും. ഒന്നൊന്നര മത്സരം തന്നെയാണ്.
കൂട്ടായ്മയുടെ ഒരു ഓർമ്മക്കാലം ഒന്നിരിക്കുകയാണ്. അപ്പം മാക്സിമം മാക്സിമം എൻജോയ് ചെയ്യും. മത്സരം എത്തിയിരിക്കുകയാണ് ഗൈസ്. അത്യാവശ്യം വോയിസ് മറന്നു നോക്കുന്നുണ്ട്. എന്താവും നമുക്ക് കണ്ടാൽ വീഡിയോ എടുക്കാൻ സപ്പോർട്ട് ചെയ്യാനൊക്കെ ഉണ്ട് ഗൈസ്. പക്ഷേ പറ്റുന്നില്ല. റീൽസ് നോക്കിയാൽ നമ്മൾ അങ്ങനെ അവരെ പിന്നെ സമ്മതിക്കണം കേട്ടോ. അവര് രാവിലെ തൊട്ടിട്ട് രാവിലെ മണിക്കൂറിട്ട് 9:30-10 മണിയൊക്കെ വളരെ ഒരു എന്താ പറയുക ഒരു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ശരിക്കും ഒരു കഴിവ് തന്നെ വേണം പിന്നെ സമ്മതിക്കണം കൊടുക്കട്ടെ. പിന്നെ ഓരോരുത്തരും ഓരോരുത്തർക്കും പേര് എനിക്കിപ്പോൾ പെട്ടെന്ന് പറയുമ്പോൾ അങ്ങനെ പേര് ഓവറോൾ ഒരു കൺട്രോൾ എടുത്ത് പറയുകയാണെങ്കിൽ ഡാനിഷ് ഒരു സംഭവം തന്നെ എപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. ഏതൊരു പരിപാടി എന്തായിക്കോട്ടെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നിൽക്കുകയാണ്. എന്തായാലും നോക്കാം. റൈഡ് ചെയ്ത് പോകുന്നുണ്ട്. നിൽക്കാണ് കാണുമ്പോ ഞാനിപ്പോ റൈഡാണെന്നൊക്കെ മത്സരം ഇങ്ങനെ തുടർന്ന് സമയം എല്ലാ കളിക്കും വേണ്ടി നല്ലൊരു വിജയം ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ വീഡിയോസ് ഉണ്ട്. പിന്നെ ഫസ്റ്റ് കണ്ട പ്രോഗ്രാമിൻ്റെ ഫസ്റ്റ് കുറച്ചൊരു അതിലേക്ക് എത്താൻ നമ്മളൊന്നും വൈകിട്ടുണ്ട്. കാരണം വിഷ്ണുവിന് ആക്സിഡൻ്റായിട്ട് അതിൻ്റെ ഒരു പ്രസൻസ് ഇല്ലാത്ത കാരണം നമുക്ക് നമുക്ക് സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാക്കില്ല. അപ്പം എനിക്കാണ് എടുത്ത് പറയുന്നത്. കാരണം അവർക്ക് പ്രോഗ്രാമിൻ്റെ മെയിൻ ഒരു ഭാഗം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. തോറ്റു കൊടുക്കില്ല.
കൊടുക്കരുത്, തോറ്റു കൊടുക്കരുത് എന്ന് പറയുന്നുണ്ട് guys. പറ്റുന്നില്ല. പക്ഷെ കുറവ് നിർത്തുന്നുണ്ട് guys. പക്ഷേ നമ്മൾ പൊസിഷനിൽ തന്നെ പിടിച്ചു വീടും എന്താണെന്ന് നമുക്ക് കാണാം. എനിക്ക് ആകാശമുണ്ട് എന്താണെന്ന് പറയാൻ എല്ലാവരുടെ കണ്ണുകളും അതിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് guys. ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതൊരു അടിപൊളി മത്സരം. കുറേ നേരം രണ്ടാളും പിടിച്ച് നിൽക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഫൈനൽ ആരാണ് അല്ല തന്നെയാണ് ഫൈനല്. ഇനി ഇതിൽ നിന്ന് ഒരു വിജയം ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അടിപൊളിയായിട്ട് സംരക്ഷിക്കാൻ നോക്കുന്നുണ്ട്. ആശയത്തെ മത്സരത്തിൽ
താഴത്തേക്ക് എത്തിയിരിക്കുന്നു. വിട്ടുപെടുത്താതെ ഓരോ 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 സെക്കൻഡ് ഞങ്ങളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. സപ്പോർട്ട് ചെയ്യണം നല്ല കേസ് കൊണ്ടിരിക്കുകയാണ്. അപ്പൊ പിന്നെ ആരെങ്ങനെ ടെൻഷനായി നിൽക്കണം. ആരാണെന്ന് നമുക്ക് കണ്ടറിയണം. ഫൈനലി ഇതൊരു പൂർണ്ണമുള്ള കഴിച്ച് ആരാണ് വിജയ്? അത് അവസാനം എത്തുന്നൊരു ഒരു ലെവലാണ്. വടംവലി എന്ന് പറയുന്നത് എല്ലാ ഗെയിംസിനെക്കാട്ടിലൊരു ഓരോരോ സംഭവം തന്നെയാണ്. ഫസ്റ്റ് റൗണ്ട് അവർ കൊണ്ടുപോയിട്ടുണ്ട്. അടുത്തത് വേറെ കുട്ടികൾ ഇതിലാരും വിജയിക്കുമെന്നുള്ളത് അറിയാമല്ല. ഒരുപാട് ശരിക്കൊരു നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്കൊരു കൂട്ടായ്മ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല വിലയും കിട്ടുള്ളൂ. അതിപ്പോ വീട്ടിലായാലും നാട്ടിലായാലും എല്ലാവരും നമ്മുടെ ഈ കൂട്ടായ്മ, അസൂയപ്പെടുന്ന ഈ കൂട്ടായ്മ എല്ലാ കാലവും തുറന്നു പോകണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ ക്ലബ്ബംഗങ്ങളും ഒരുപോലെ തന്നെ ഒറ്റ മനസ്സായി ഈ മത്സരത്തിന് കൂടെ നിന്നു. അതുകൊണ്ട് മാത്രമാണ് ഇത്ര വിജയിക്കാൻ കാരണം. എല്ലാ ക്ലബ്ബംഗങ്ങളോടും സർവോപരി ഈ മത്സര ഇനങ്ങളിൽ പങ്കെടുത്ത നാട്ടുകാരോടും ഇതിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തേണ്ട ചുമതലയല്ല. എന്നാലും ഞാൻ ആദ്യം തന്നെ സ്വാഗത പ്രസംഗത്തിൽ പറയാണ് നന്ദി. ഇനി ഈ സമ്മാനദാനത്തിന്റെ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കാൻ വേണ്ടി സെക്രട്ടറി ക്ഷണിച്ചു. ഈ ഓണാഘോഷ പരിപാടിയിൽ എനിക്ക് മുഴുവനായും പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. ചില സാഹചര്യങ്ങൾ കാരണം ഇന്നലെ ഞങ്ങൾ പ്രായമുള്ളവരുടെ ഒരു ഫുട്ബോൾ മത്സരം നടക്കുകയുണ്ടായി. അതിലും എനിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല. അതിനാദ്യമേ എല്ലാവരോടും ക്ഷമ ചോദിക്കുകയാണ്. ഈ വർഷത്തെ അവസാനിച്ചിരിക്കുകയാണ്. അതിലെടുത്തു പറയേണ്ടത് വലുപ്പ് ചെറുപ്പമില്ലാതെ ഓരോരുത്തരും നമ്മുടെ തരണക്കാട്ടിലെ പ്രദേശ നിവാസികൾ ഓരോരുത്തരും ഓരോ പരിപാടിയിലും അവനാനും കഴിയുന്ന രീതിയിൽ പങ്കെടുത്തുകൊണ്ട് ഈ പരിപാടി വൻ വിജയമാക്കി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഞാനും തന്നെ എനിക്ക് പറ്റുന്ന രീതിയിൽ ഓരോ പരിപാടിയിലും പങ്കെടുക്കാൻ ശ്രമിച്ചു. അതുപോലെ തന്നെ എല്ലാവരോടും വളരെയധികം നന്ദി അറിയിക്കുന്നു. അതുപോലെ നമ്മുടെ ബാഴ്സലോണ ക്ലബ്ബ് നമ്മുടെ കായിക രംഗത്തും അതുപോലെ എല്ലാ പ്രവർത്തന രംഗത്തും തന്നെ വലിയ മുന്നേറ്റമായി തുറന്നുകൊണ്ടിരിക്കുകയാണ്. അത് അവർക്ക് ഇനിയും തുടർന്ന് നല്ല രീതിയിൽ മുന്നേറാൻ കഴിയട്ടെ. അതിന്
അവരെ മാത്രം ക്ലബ് അംഗങ്ങൾ മാത്രം പോരാ, നമ്മുടെ നാട്ടുകാരെ അവരോടൊപ്പം ഒന്നിച്ചു നിൽക്കണം. അവർക്കൊരു സപ്പോർട്ടായി ഒന്നിച്ച് അവരോടൊപ്പം എന്നും ഉണ്ടായിരിക്കണം. ഇനിയും അവർക്ക് അവരുടെ വിജയഗാഥ തുടർന്നു പോയിക്കൊണ്ടേയിരിക്കട്ടെ. അതിന് നമ്മുടെ എല്ലാവരുടെയും അനുഗ്രഹം അവർക്കുണ്ടാവട്ടെ. പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ മലമ്പുഴ ടീം ഈ വർഷം ഓണപരിപാടിയിൽ പങ്കെടുത്തു. അതിൽ വളരെയധികം സന്തോഷം. എന്തായാലും ഈ പരിപാടിക്ക് എല്ലാവരും ആശംസകളും നന്ദിയും ക്ലബ് അംഗങ്ങൾക്ക് പ്രത്യേകം അഭിനന്ദനം രേഖപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്ക് നിർത്തുന്നു. നന്ദി, നമസ്കാരം. തലക്കാട് ഭാഗത്തുള്ള സ്പോർട്ടിംഗ് ക്ലബിന്റെ എപ്പോഴത്തെ ഉദ്ഘാടന മത്സരമാണ് മിഠായി വർക്കൽ. ഫസ്റ്റ് 2 പേര് ഫസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ട്, ദക്ഷ ആൻഡ് ഷാരോ. ഫസ്റ്റ് ആദർശ്, തേർഡ് രാജേട്ടൻ, സുബീഷ്. കൈയിടിക്കൂ. തേർഡ് രഞ്ജിത്ത്, സെക്കൻഡ് അജയ്, ജിതിൻ. സെക്കൻഡ് ശ്രീജിത്ത്, എല്ലാമായ ഗണേഷ്. സെക്കൻഡ് ശ്യാമു. തേർഡ് പ്രൈസ് വിഷ്ണുപ്രിയ. സെക്കൻഡ് പ്രവിത. UP വിഭാഗം കുട്ടികളെയാണ്. ലക്ഷ്മിക്കുട്ടി ചേച്ചി ആൻഡ് ടീം. സെക്കൻഡ് അനിത ചേച്ചി ആൻഡ് ടീം. മലമ്പുഴ ടീം. വടംവലി സെക്കൻഡ് പ്രൈസ് മലമ്പുഴ ടീം. സുന്ദരൻ ആൻഡ് ടീം. റണ്ണേഴ്സ് ട്രോഫി കൈപ്പറ്റുന്നതാണ്. ഇവർ ഇന്നലെ കാഴ്ചവെച്ചത് ഗോളുകൾ കൊണ്ട് നട തുളയ്ക്കുകയായിരുന്നു. എല്ലാവരും ഒരു മികച്ച കൈയടി ഇവർക്ക് കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അക്ഷയ് ആരും പോകരുത്, എല്ലാവരും ചേർന്ന് സെക്ഷനാണ് ഒരുപാട് എല്ലാം കഴിഞ്ഞ് ലാസ്റ്റാണ് പോയത്. ഭയങ്കര ഉറപ്പായിരുന്നു. അതിന് കാത്തിരിക്കാനുള്ള എല്ലാ സീറ്റും അടിപൊളിയായിരുന്നു. ഉഷാറാക്കി അടിപൊളിയായിരുന്നു. പറയാൻ വയ്യ, പറയാൻ
ഗൈസ് നമ്മുടെ വീഡിയോസൊക്കെ ഇരുന്ന് ഇത്രയും നേരം കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് അവർ ചാനൽ ഓളം താളം ഗൈസ് ബൈ ടേക്ക് കെയർ.